Good morning, students. And today we are going to discuss the topic listing of securities. Okay, fifth chapter listing of securities ആണ് എടുക്കുന്നത്. എന്താണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ലിസ്റ്റിൽ എൻറോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എൻറോൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്തിനാന്ന് വെച്ചാൽ അവരുടെ ഷെയർസ് എങ്കിലാണ് അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് കമ്പനി മസ്റ്റ് ബി ലിസ്റ്റഡ് ഇൻ ദാറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ വാങ്ങുക, വിൽക്കുക. ഓക്കെ, സെക്യൂരിറ്റീസ് ഷെയർസ് വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസ്റ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെയർസിന് കൂടുതൽ മാർക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഷെയർസ് വിറ്റ് ക്യാഷ് ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാർക്കറ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ സേവിങ്സൊക്കെ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സേവിങ്സ് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബൈ സം ഷെയർസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇൻ കേസ് നമുക്ക് കമ്പനിയുടെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം, ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, കാരണം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനി എൻറോൾ ചെയ്ത കാരണം കൊണ്ട്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കമ്പനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ട്രേഡിങ് തന്നെ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ഷെയർസിനെ കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിതിലൂടെ പഠിക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്തൊക്കെയാണ് ഈ ലിസ്റ്റിംഗ് കൊണ്ട് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഹൈ ലിക്വിഡിറ്റി. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർസ് വിൽക്കാം. എനിക്ക് അതുവഴി ലിക്വിഡ് ക്യാഷ് ആക്കിയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് helps to know the information. that means നമുക്ക് റെഗുലർ ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് ഇവിടെ നമുക്ക് ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ ന്യൂസ് പേപ്പേഴ്സിലും അതേപോലെ പബ്ലിക്കിനൊക്കെ നമുക്ക് റെഗുലർ ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് എന്ത് കിട്ടും, ഈ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, ഷെയർസിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ് എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈസി ട്രാൻസ്ഫറബിലിറ്റി. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും നമുക്ക് കഴിയും. ഇപ്പോൾ ഒരാളുടെ പേരിലുള്ള ഷെയർസ് നമ്മുടെ പേരിലോട്ടാക്കാനും നമ്മുടെ പേരിലുള്ള ഷെയർസ് മറ്റൊരാളുടെ പേരിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും നമുക്ക് ഈ ലിസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിന് കഴിയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ബെനിഫിറ്റ്. നമുക്ക് ഈ ലിസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ടാക്സ് ബെനിഫിറ്റ് കൂടെ നമുക്കിതിലൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദെൻ ട്രാൻസ്പെറൻസി ഇൻ ഡീലിംഗ്. നമുക്ക് കംപ്ലീറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുകയാണ്. നമുക്ക് കമ്പനിയുടെ കംപ്ലീറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുകയാണ്. കമ്പനിയുടെ പീരിയോഡിക് റിപ്പോർട്ട്സ്, കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ബൈ ചെയ്യുമ്പോഴും അതേപോലെ സെല്ല് ചെയ്യുമ്പോഴും നമുക്ക് യാതൊരു കൺഫ്യൂഷൻസും അവിടെ എന്ത് വരുന്നില്ല, റേസ് ചെയ്യുന്നില്ല. ഓക്കെ, കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയാണ്, കംപ്ലീറ്റ്
ഡിസ്ക്ലോസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് അവിടെ നടത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹെൽപ്സ് ദ കമ്പനി ടു ഗെയിൻ നാഷണൽ ഇമ്പോർട്ടൻസ് ആൻഡ് വൈഡ് സ്പ്രെഡ് റെക്കഗ്നിഷൻ. ഇവിടെ എങ്ങനെയാണ്, കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലും മാത്രമായിരിക്കും കമ്പനി ഉണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ ഷെയർസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിയോണ്ട് ബൗണ്ടറീസ് നമുക്കത് എന്ത് ചെയ്യാവുന്നതാണ്, ആ കമ്പനീനെ റെക്കഗ്നൈസ് ചെയ്യാനും ആ ഷെയർസ് ട്രേഡ് ചെയ്യാനും ഒക്കെ ഈ ത്രൂ ലിസ്റ്റിംഗ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനും അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, നമുക്കിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കൂടും, ആ കമ്പനിയുടെ പ്രസ്റ്റീജ് കൂടും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് ഈസി ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ലിസ്റ്റഡ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഫെയർ പ്രൈസിൽ തന്നെ അവർക്ക് എന്ത് കിട്ടും, ഷെയർസ് സെല്ല് ചെയ്യണമെങ്കിലും അവർക്ക് അവരുടെ ഷെയർസിൻ്റെ ഫെയർ പ്രൈസ് അവർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എല്ലാ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു ഷെയർസ് ബൈ ചെയ്യാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടെന്ന്. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ലിസ്റ്റഡ് കമ്പനീസൊക്കെ നമുക്ക് വരുന്നത് അണ്ടർ ദ ടാക്സ് ബെനിഫിറ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റഡ് കമ്പനീസിൽ നമുക്ക് ടാക്സ് അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസിനെ നമുക്കൊരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. കാരണം നമുക്കിപ്പോൾ ഫണ്ട് എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക്, കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിതൊരു ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലിസ്റ്റ് ചെയ്തത് കൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ സെബിയുടെ റെഗുലേഷൻസ് അതൊക്കെ എന്ത് ചെയ്തിരിക്കണം, കമ്പനി മസ്റ്റായിട്ട് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി അതേപോലെ തന്നെ എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് അതെല്ലാം കമ്പനി എന്ത് ചെയ്തിരിക്കണം, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആനുവൽ മീറ്റിംഗ്, അതേപോലെ ആനുവൽ ജനറൽ റിപ്പോർട്ടും എന്ത് ചെയ്തിരിക്കണം, ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിലാണ് അവിടെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ആ കമ്പനീനെ കുറിച്ചിട്ടുള്ള ക്ലിയർ പിക്ചർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഈ ഫോർമാലിറ്റീസ് ഒക്കെ തന്നെ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഇവിടെ സ്പെക്കുലേഷൻ പ്രോസസ്സ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സ്കോപ്പ് ഉണ്ട് സ്പെക്കുലേഷൻ നടക്കാം. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഊഹക്കച്ചവടം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വൈഡ് ഫ്ലക്ച്വേഷൻസ്, ഷെയർ പ്രൈസിലെ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പെക്കുലേറ്റേഴ്സ് ഈ ഒരു ഫ്ലക്ച്വേഷൻസ് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ സ്പെക്കുലേറ്റേഴ്സ് എന്ത് ചെയ്യും, ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ളൊരു ചാൻസസ് ഇവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ദെൻ വേറൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ടെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അത് ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യാനൊന്നും കഴിയില്ല. ഇത്ര പ്രൈസ് കിട്ടും, ഇത്ര പ്രൈസിന് സെയിൽ നടക്കും, അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് ഇത്രയായിരിക്കും, ഇത്ര പ്രൈസ് ഇത്രയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്താ, അത് കീപ്സ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ് അല്ലേ. അപ്പോൾ നമുക്കത് ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ഇനി അത് മാത്രമല്ല, ഈ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഹാവ് ടു പേ
ലിസ്റ്റിംഗ് ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ലിസ്റ്റിംഗ് ഫീ ദ കമ്പനി ഹാസ് ടു പേ ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് സ്റ്റാറ്റസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരുപാട് പ്രഷർ ഒക്കെ നമുക്ക് വരും അല്ലേ. നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന അതർ കമ്പനീസാണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ വി ആർ ഗിവിങ് ഓൾ അവർ ഇൻഫോർമേഷൻ അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഇൻഫോർമേഷൻ ഈ കോമ്പറ്റീറ്റേഴ്സിനും എന്ത് ചെയ്യാവുന്നതാണ്, ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷനാണ് ഈ ലിസ്റ്റിംഗ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, പുറത്ത് വിടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കോമ്പറ്റീറ്റേഴ്സിനും കൂടെ ഈ ഒരു ഇത് കിട്ടുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡീ ലിസ്റ്റിംഗ്. എന്താണ് ഡീ ലിസ്റ്റിംഗ്? ഡീ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ആ കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ എൻറോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി ഡീ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യണം. ആ കമ്പനീനെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കംപ്ലീറ്റ് സർവീസസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുക. അപ്പോൾ ടെർമിനേറ്റ് ചെയ്താൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പിന്നെ അവിടെ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ആ കമ്പനിയുടെ ഷെയർസ് പിന്നെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡീ ലിസ്റ്റിംഗ്. ഡീ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓഫ് ലിസ്റ്റിംഗ്. ദാറ്റ് മീൻസ് ടെർമിനേഷൻ termination of a company from trading its securities on the stock exchange. ഓക്കെ, അപ്പോൾ ഇവിടെ ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത് വോളണ്ടറി ഡീലിസ്റ്റിങ്ങും ഉണ്ട്, കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഉണ്ട്. വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ പ്രൊമോട്ടർ എന്ത് ചെയ്യണം, അവർ തന്നെ അത് ഡീലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്ന് വെച്ചാൽ. ഇപ്പോൾ അവർ തന്നെ ഫസ്റ്റ് ഞാൻ പറയാം കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്താണെന്ന്. കമ്പൽസറി ഡീലിസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നിർബന്ധമായിട്ടും കമ്പനീനെ അതിൽ നിന്ന് ഒഴിവാക്കണം. മസ്റ്റായിട്ടും അത് ടെർമിനേറ്റ് ചെയ്ത് അവരെ ഒഴിവാക്കണം. ഇത് ആരെ ഒഴിവാക്കണം എന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ് ആ കമ്പനീനെ ഡീലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് പ്രകാരം ഇന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടല്ലോ. ആ ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി തന്നെ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ ആ കമ്പനീനെ എന്ത് ചെയ്യുന്നതാണ്, സസ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ഫോർ എ പീരീഡ് ഓഫ് 6 months ആയിരിക്കും ആദ്യം സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് കമ്പനിക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യും, കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആദ്യം സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, എന്നിട്ട് അത് ഫെയർ ആണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യില്ല, അത് ഡീലിസ്റ്റ് ചെയ്യില്ല, സസ്പെൻഡ് ചെയ്യില്ല. ഇനി സസ്പെൻഷൻ ഇപ്പോൾ അത് കമ്പനി എന്നിട്ടും അത് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 6 months സസ്പെൻഷൻ പീരീഡ് കമ്പനിക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സസ്പെൻഷൻ 3 monthsനും എബവ് ആണ് സസ്പെൻഷൻ എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, സെബിക്ക് ഒരു അപ്പീൽ പോവാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 3 monthsന് സസ്പെൻഷൻ കൊടുത്തു എന്ന് വിചാരിക്കൊരു കമ്പനിക്ക്. അപ്പോൾ ആ കമ്പനിക്ക് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ട് 3 monthsന് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ കമ്പനിക്ക് 3 monthsലും എക്സീഡ് ചെയ്തു സസ്പെൻഷൻ പീരീഡ് എന്നുണ്ടെങ്കിൽ കമ്പനി ക്യാൻ അപ്പീൽ ടു സെബി അഗെയിൻസ്റ്റ് ദിസ് സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ സെബി എന്ത് ചെയ്യും, ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അത് കേൾക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡിസിഷൻ എടുക്കുന്നത്. ഓക്കെ, ഡീലിസ്റ്റിംഗ് എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നത്. ഇനി
ഓക്കെ, ഇപ്പോൾ ഏതൊക്കെ കേസിലാണ് കമ്പൽസറി ഡീലിസ്റ്റിംഗ് ഏതൊക്കെ കേസിലാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിസ്റ്റിംഗ് ഫീ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റിൽ എന്തെങ്കിലും വയലേഷൻ വരുത്തി, അതല്ലെങ്കിൽ നെഗ്ലിജിബിളായിട്ട് ട്രേഡ് ചെയ്യാം, എന്ന് വെച്ചാൽ യാതൊരു ബേസും ഇല്ലാതെ ട്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഗ്രീവൻസസ് ഒന്നും തന്നെ കണക്കിലെടുക്കുന്നില്ല കമ്പനി. ഷെയർ ഹോൾഡേഴ്സൊക്കെ പരാതിയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ആ കമ്പനീനെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഫേക്കായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആ കമ്പനീനെ കമ്പൽസറി ആയിട്ട് ഡീലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് വോളണ്ടറി ഡീലിസ്റ്റ്. വോളണ്ടറി ഡീലിസ്റ്റ് എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കമ്പനിയുടെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മെമ്പേഴ്സ് തന്നെ തീരുമാനിക്കുകയാണ് നമുക്ക് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിട്ട് അവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് വോളണ്ടറി ഡീലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ആ കമ്പനിക്ക് ലിസ്റ്റിംഗ് ഫീ ഞാൻ പറഞ്ഞല്ലോ, ലാർജ് എമൗണ്ട് ഓഫ് ലിസ്റ്റിംഗ് ഫീ ലിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇഫ് ദേ ആർ നോട്ട് ഏബിൾ ടു പേ ദാറ്റ് ലിസ്റ്റിംഗ് ഫീ അവരെന്ത് ചെയ്യുന്നതാണ്, ഡീലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനിയും ആ ബിസിനസ് വളരെ സിക്കാണ്, അല്ലെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാണ്, അങ്ങനെയൊക്കെയുള്ള കേസിൽ അവരെന്ത് ചെയ്യില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യില്ല, അവരെന്ത് ചെയ്യുന്നതാണ്, ഡീലിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ അവർക്ക് സ്മോൾ ക്യാപിറ്റലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവർക്കിത് എഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്നല്ല, സ്മോൾ ക്യാപിറ്റലേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാടൊന്നും ട്രേഡ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ, സ്മോൾ ക്യാപിറ്റലല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിലും അവരെന്ത് ചെയ്യും, ഡീലിസ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ ഇൻ കേസ് ഓഫ് മേജർ അക്വിസിഷൻ ടേക്ക് ഓവർ, ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് മേജ് ചെയ്യുകയോ അക്വയർ ചെയ്യുകയോ ടേക്ക് ഓവർ ചെയ്യുകയോ അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്ന ആ കമ്പനി എന്ത് ചെയ്യും, പഴയ കമ്പനി അത് ഡീലിസ്റ്റ് ചെയ്തിട്ട് അവർ പുതിയ കമ്പനിയിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.